ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ രീതിയിലൊരു മുട്ടക്കറി തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. കുറച്ച് മുഴുവൻ മല്ലി, ജീരകം, മുളക്, കുറച്ച് തേങ്ങ തിരുമിയത് ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാനിലിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് കാഷ്യൂവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. വേറൊരു പാത്രത്തിലേക്ക് ഒരു ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഒരു ശകലം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മുട്ട അതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം. ഈ പാൻ നമ്മൾ വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ശകലം ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ഇട്ട്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് തക്കാളി വേകുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, സവാളയിലും തക്കാളിയിലും ഒക്കെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ശകലം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഒരു ശകലം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മല്ലിയില ഇതൊന്ന് വറ്റിക്കുറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. നിങ്ങളും തയ്യാറാക്കി. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.